ഒരു വിസിലടിയിൽ പരുന്തുകളെയും കാക്കകളെയും വിളിച്ചു വരുത്തുന്ന ഒരാളുണ്ട് കോഴിക്കോട്. വെളയിൽ സ്വദേശി അസീസ്. എല്ലാ ദിവസവും ഇവർക്കുള്ള ഭക്ഷണവുമായാണ് അസീസ് എത്തുക. കരുണയുടെ ഒരു അപൂർവ കാഴ്ച കാണണമെങ്കിൽ നിങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തണം. രാവിലെയും ഉച്ചയ്ക്കും ഈ വിസിലടി ശബ്ദം കേട്ടാൽ ആയിരക്കണക്കിന് പരുന്തുകളും കാക്കകളും ഇവിടെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങും. അവർക്ക് വിശപ്പ് കറ്റാനുള്ള ഭക്ഷണവുമായി അവർക്ക് പ്രിയപ്പെട്ട അസീസ് ഇവിടെ ഉണ്ടാകും. ഞാനൊക്കെ ഒരുപാട് വിശപ്പ് അനുഭവിച്ച ആളാണ്. വിശപ്പ് അറിയുന്നവനൊക്കെ വിശപ്പിന്റെ വില അറിയല്ലോ, എല്ലാത്തവർക്കും ഒന്നും അറിയില്ല. ഞാൻ ഓരോ കൂലിപ്പണിക്ക് പോകും, ഓരോ വീട്ടുകളിൽ പോയിട്ട് പഴയ വേസ്റ്റ് ആക്രി കച്ചവടം അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരെ വിളിച്ച് അങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞ പണിയില്ലെങ്കിൽ ഇവിടെ ഓരോ തട്ടുപീടിയിൽ കൊച്ചുമണി ഉണ്ടാക്കിയിട്ട് ആളെ കയറ്റി കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകും. കൂലിപ്പണിക്കാരനായ അസീസ് ജോലിക്കിടയിൽ അല്പസമയം മാറ്റിവെച്ചാണ് ഈ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. സമീപത്തെ ഇറച്ചിക്കടകളിൽ നിന്നാണ് ഭക്ഷണം ശേഖരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷമായി മുടങ്ങാതെ കാലത്തും വൈകിട്ടും അസീസ് ഇവിടെ എത്തും. പരുന്തുകൾക്ക് മാത്രമല്ല, നായകൾക്കും പ്രാവുകൾക്കും എല്ലാം വാരിക്കോരി കൊടുക്കും. അതിനും ചില രീതികളുണ്ട്. രാവിലെ കാക്കകൾക്കും പ്രാവുകൾക്കുമുള്ള സമയമാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് പരുന്തുകൾക്കുള്ള ഭക്ഷണ സമയം. അസീസിന്റെ ആദ്യത്തെ വിസിലടിയിൽ ഇവ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങും. അല്പസമയത്തിനുള്ളിൽ കോഴിക്കോടിന്റെ കടൽ തീരം ഈ പറവുകളെ കൊണ്ട് നിറയും. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വിസിൽ മുഴങ്ങും. അത് കേട്ടാൽ അനുസരണയോടെ ഇവർ തീരം വിടും. ഇനിയുള്ള തലമുറകൾ കണ്ടുപഠിക്കണം. ഇതൊക്കെ മനുഷ്യനക്ക് വേണ്ടിയിട്ടാണ് ഭൂമിയിലൊക്കെ നമുക്ക് പഠിച്ചത് റബ്ബ്. അല്ലാതെ ഭൂമിയിലൊക്കെ ഒന്നും പഠിച്ചത് 2 മണി രാവിലെ 8 മണി. കാക്ക മാത്രമല്ല, വേറെ ഒന്നും ഉണ്ടാകും. വൈകുന്നേരം കാക്ക. ആകാശത്തിന്റെ അനന്തതയിൽ വിഹരിക്കുന്ന പരുന്നുകൾ താഴേക്ക് ഇറങ്ങി വന്ന് അസീസിനൊപ്പം ഇരിക്കുന്ന കാഴ്ച കാണാൻ നിരവധി പേരാണ് തീരത്തെത്തുക. ലോകത്ത് ഇത് പ്രപഞ്ചത്തിൽ മനുഷ്യനെ നമുക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത്. ഭൂമിയിൽ അള്ള എല്ലാ ജീവികളും ഒരു എറുമ്പിന് എന്ത് ജീവിയാക്കില്ലേ അത് മനുഷ്യനക്ക് വേണ്ടി പഠിച്ചതാണ്. ഇതില്ലെങ്കിൽ ലോകമില്ല. പ്രകൃതിനെ എല്ലാവരും സ്നേഹിക്കുക. പ്രകൃതിനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള തലമുറകൾക്ക് ജീവിതം മുന്നോട്ട് ആർക്കും കൊണ്ടാൻ കഴിയില്ല. ഇന്ന് വൃക്ഷങ്ങളും ഈ ദുരന്തമൊക്കെ വരാൻ കാരണം എന്താ? ഈ ഇതായിരുന്നു സ്ഥലത്തിനൊരു പേരുണ്ട്. ഒരുപാട് ആൾക്കാർ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നഷ്ടപ്പെടുത്തിയിട്ട് ഒരുപാട് വൃക്ഷങ്ങൾ നട്ടിതർപ്പിച്ച് വെട്ടിമുറിച്ച് ഒഴിവാക്കിയിട്ട് ആ ദുരന്തമൊക്കെ അവിടെ ഉണ്ടായത്. റസൂൽ എത്രയോ വർഷം മുന്നേ പറഞ്ഞിരിക്കണേ വൃക്ഷങ്ങൾ ഇതൊന്നും മുറിക്കാനും വെട്ടാനും പാടില്ല. ഒരു വള്ളം ഒരു മല പറയുകയാണെങ്കിൽ അതിനെ തടസ്സം വെക്കാൻ ഇതിന്റെ വേരുകൾ ഉണ്ടാവും. ഇന്ന് ലോകത്തെ അതാണ് നടന്നുകൊണ്ട് പ്രകൃതിനെ നശിപ്പിക്കണേ, പ്രകൃതി നമ്മളെ വേദനിപ്പിക്കുന്നത്. പ്രകൃതിനെ ഇനിയുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, ഏതൊരു സ്ഥലം കാലിയായി കിടക്കുകയാണെങ്കിലും അവിടെ വൃക്ഷങ്ങളിട്ട് പിടിപ്പിക്കുക. എല്ലാവർക്കും തണലും ഓരോ സ്നേഹിച്ചാല്, പ്രകൃതിനെ സ്നേഹിച്ചാല് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇനിയുള്ള കാലം മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലഘട്ടം വരുമ്പോൾ ചൂടുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ചൂടായി. പുതുതലമുറയോട് അസീസ് പറയുന്ന സന്ദേശം ഇതാണ്: മരം നട്ടുപിടിപ്പിക്കൂ, പ്രകൃതിയെ സ്നേഹിച്ചും സംരക്ഷിച്ചും നോക്കൂ. അത് നിങ്ങളെ നിശ്ചയമായും തിരിച്ചും സ്നേഹിക്കും. എല്ലാവരും ആരാധനയോടെ നോക്കുമ്പോഴും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന തിരിച്ചറിവോടെ അസീസ് ഉറച്ച കാൽവെപ്പുകളോടെ തീരത്തും നിന്നും തിരിച്ചു നടക്കും. അടുത്ത ദിവസവും ഭക്ഷണവുമായി എത്താമെന്ന നിശബ്ദ വാഗ്ദാനവുമായി DM ഷസ്ന, ACV ന്യൂസ്, കോഴിക്കോട്.